ആലപ്പുഴ പഞ്ചായത്തിലെ കല്ലൂർ പുഴയാണ് കരകവിഞ്ഞൊഴുകുന്നത്. ഇതിൽ സമീപത്ത് താമസിക്കുന്ന പഴങ്കുനി എന്ന് പറയുന്ന ഉന്നതിയിൽപ്പെട്ട കുടുംബങ്ങളെയാണ് ഇപ്പോൾ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇനി ഒരു പക്ഷേ മഴ കനക്കുകയാണെങ്കിൽ മറ്റു കുടുംബങ്ങളെ കൂടി, അവശേഷിക്കുന്ന കുടുംബങ്ങളെ കൂടി ക്യാമ്പിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് അധികൃതരുടെ ഭാഗത്തുണ്ടാകുക. ഞങ്ങളിപ്പോൾ ഉള്ളത് ഈ ബെയിലി പാലത്തിന് സമീപത്താണ്. അതായത് ചൂരൽമല ഉരുൾപൊട്ടലിനെ തുടർന്ന് സ്ഥാപിച്ച ബെയിലി പാലത്തിന് സമീപമാണ്. ഇവിടെ നമുക്കറിയാം ഈ സമീപത്ത് ഒരു അപകടാവസ്ഥ നിലനിൽക്കുന്നത് എന്ന് വെച്ചാൽ നേരത്തെ ഇന്നലെ ഈ കരയിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് ഈ ബെയിലി പാലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ മണ്ണൊലിച്ചു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പട്ടികയിലാണ് ഇപ്പോൾ താങ്ങിക്കൊണ്ടാണ് ഈ ബെയിലി പാലം നിൽക്കുന്നത്. ഈ സമീപത്ത് നിന്നും മണ്ണൊലിച്ചു പോയതിനെ തുടർന്ന് ഒരു പക്ഷേ ബെയിലി പാലത്തിന് ഒരു അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ ഇവിടെയുള്ള അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിന് കാരണമായി പറയുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇവിടെ ഒരു സംരക്ഷണ ഭിത്തി, അതായത് ഈ പാലം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ഭിത്തി കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഭിത്തി അത്ര ഉയരത്തിലല്ലാത്തതാണ് ഈ രീതിയിൽ വെള്ളം പെട്ടെന്ന് തന്നെ പാലത്തിന് സമീപത്തേക്ക് കയറാനും അങ്ങനെ ഇവിടെ നിന്നും മണ്ണൊലിച്ചു പോകാനും ഒരു ഇടയാക്കിയതെന്നാണ് പറയുന്നത്. ഇപ്പോൾ നാട്ടുകാരൊക്കെ ചേർന്ന് കല്ലിട്ടുകൊണ്ട് ആ മണ്ണൊലിച്ചു പോയ ഭാഗത്തെ നികത്താനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. കൂടാതെ ഈ സംരക്ഷണ ഭിത്തിക്കും ചില ക്രാക്കുകൾ, അതായത് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇത് ഒരു പക്ഷേ ഈ ഭിത്തി തകർന്നു പോകാനും ഈ പാലത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടം സംഭവിക്കാനും ഇടയുണ്ട് എന്നുള്ളതാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ശക്തമായ മഴ തന്നെയാണ് ഇന്നലെയും ഇന്ന് അല്പസമയം മുമ്പ് വരെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അല്പം ശമനമുണ്ട്. കുറച്ചു നേരം മഴ മാറി നിൽക്കുന്നുണ്ട്. കലങ്ങി ഒഴുകുന്ന പുഴയാണ് ചൂരൽമല പ്രദേശത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വലിയ ഒരു അപകടം ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇന്നലെ ഉണ്ടായിരുന്നു എന്നാണ് ആളുകൾ പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരു ആശങ്ക നാട്ടുകാർ പ്രകടിപ്പിക്കുകയും ചെയ്തു. അതേ തുടർന്നാണ് അവർ പ്രതിഷേധമായത്. അത് മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട് സർക്കാർ കൃത്യമായ വിവരങ്ങൾ നൽകിയില്ല എന്നുള്ളതാണ് അവരുടെ ഒരു ആക്ഷേപം.